പാലക്കാട്ടെ നെൽകർഷകരോട് വഞ്ചന തുടർന്ന് സംസ്ഥാന സർക്കാർ. സംഭരണം വൈകിയതോടെ ധോണി പാടശേഖരത്തിൽ 138 ക്വിന്റലോളം നെല്ല് മഴയിൽ കുതിർന്നു. നെല്ല് മുളച്ച് നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് ജില്ലയിലെ കർഷകർ. കൊയ്ത്ത് പൂർത്തിയാക്കി ചാക്കിലാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 50 ദിവസം പിന്നിട്ടു. തങ്ങൾ ആത്മഹത്യ ചെയ്താലേ സർക്കാർ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്ന് കർഷകർ ചോദിക്കുന്നു. സഹകരണ സംഘങ്ങൾ മുഖാന്തരം ജില്ലയിൽ ഉടനടി നെല്ല് സംഭരിക്കുമെന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ കർഷകർക്ക് മഞ്ഞ സ്ലിപ്പ് നൽകിയത് ഒഴിച്ചാൽ ഇതുവരെയും നെല്ല് സംഭരിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി വേനൽ മഴ തിമിർത്ത് പെയ്തതോടെ ധോണി പാടശേഖരത്തിൽ ഉൾപ്പെടെ 138 ക്വിന്റലോളം നെല്ല് മഴയിൽ കുതിർന്നു. കൊയ്ത്ത് പൂർത്തിയാക്കി നെല്ല് ചാക്കിൽ ശേഖരിച്ചിട്ട് 50 ദിവസം കഴിഞ്ഞുവെന്നും മുളച്ചു പൊങ്ങുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്നും കർഷകർ പറയുന്നു. 50 ദിവസമായി കൊയ്ത് ചാക്കിലാക്കി വെച്ചിട്ട് ഇവിടെ കൃഷിക്കാരെ ആകെ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പണിക്ക് ആൾ കിട്ടാനില്ല. ഈ നനഞ്ഞ നെല്ല് ഇനി അത് അഴിച്ച് കൊട്ടി ഒരു പണിക്ക് 3 പണിയാണ് ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോ വന്ന ഒരു ലിസ്റ്റ് തന്നിട്ട് പോയി എന്നല്ലാതെ ഇതുവരെ നെല്ലെടുക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ചെയ്തിട്ടില്ല. കൃഷിക്കാർ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ്. എവനെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രി, MLA, MP എല്ലാം അവിടെ വരും. കൊല്ലാനുള്ള വഴിയല്ല ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവനെ സംരക്ഷിക്കാനുള്ള ഇത് ചെയ്യണം, വഴി ചെയ്യണം. സമയബന്ധിതമായി നെല്ലെടുത്തിട്ട് പോകാനുള്ള മാർഗ്ഗം ചെയ്യണം ഗവൺമെന്റ്. അതിനാരെ MLA ആരെ ഇടപെട്ട് ഉടനെ അതിനുള്ള നടപടി എടുക്കണം. ജില്ലയിൽ 100-ലേറെ സഹകരണ സംഘങ്ങളാണ് നെല്ല് സംഭരിക്കുന്നതിന് സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരിടത്തും ഇതുവരെയും സംഭരണം പൂർണ്ണതോതിൽ ആയിട്ടില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കൊയ്ത്ത് പൂർണ്ണമാവുന്ന മുറയ്ക്കെങ്കിലും സംഭരണം കൃത്യമായി നടത്തിയില്ലെങ്കിൽ വലിയ ദുരിതമാവും കർഷകർ അനുഭവിക്കുക. ജനം, പാലക്കാട്.